ഹലോ! അങ്ങനെ ഉപ്പും മുളകും ഒരു വെടിച്ചിൽ എപ്പിസോഡ് പ്രേക്ഷകരെ നമ്മളെയൊക്കെ വെള്ളം കുടിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു എപ്പിസോഡ് ഇത്. വേറൊന്നുമല്ല കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിൽ നമ്മുടെ കേശുവും പാറുക്കുട്ടിയും നമ്മുടെ പടവലത്ത് നിന്നും കൊണ്ടുവന്ന ചെറുപഴമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ആ സമയത്താണ് നമ്മുടെ മെർലിൻ വരുന്നത് കാണുന്നത്. മെർലിൻ വരുന്നത് കാണുമ്പോൾ നമ്മുടെ കേശു ആ പഴത്തൊലിയൊക്കെ മെർലിൻ വരുമ്പോൾ തെന്നി വിടാൻ വേണ്ടി അവിടെ മെർലിൻ വന്ന വഴിയിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മെർലിൻ കൃത്യമായിട്ട് നമ്മുടെ പഴത്തൊലിയിൽ ചവിട്ടി തെന്നി വീണ് തലയടിച്ചാ വീഴുന്നത്. അതോടുകൂടി ബോധം പോകുന്നുണ്ട്. പിന്നെ തിരികെ ബോധം വരുന്നതോ ഏതോ ഒരു നോവലിലെ കഥാപാത്രം പത്മയായിട്ടാണ്. അപ്പൊ തന്റെ പ്രിയതമൻ രവിയായിട്ട് നമ്മള് പത്മ നമ്മുടെ മെർലിൻ കാണുന്നത് ആരെ? നമ്മുടെ സിദ്ധുവിനെ. അങ്ങനെ നമ്മുടെ മെർലിൻ പത്മയായും നായകൻ രവി നമ്മുടെ സിദ്ധുവായും ഇങ്ങനെ അരങ്ങേറുകയാണ്. അപ്പൊ നമ്മുടെ പത്മയാണെങ്കിൽ ഒരു എഴുത്തുകാരിയൊക്കെയാണ്. അപ്പൊ നമ്മുടെ രവിനെ പറ്റി ഇങ്ങനെ എഴുത്തുകൾ എഴുതുന്നു, ആ ഒരു പ്രണയ കാവ്യങ്ങൾ എഴുതുന്നു, നമ്മുടെ രവിയുടെ അടുത്ത് വന്ന് കൊഞ്ചിക്കൊഴയുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലച്ചുവിനും കേശുവിനും അങ്ങോട്ട് സഹിക്കാനേ പറ്റുന്നില്ലേ. പിന്നീട് എങ്ങനെയെങ്കിലും നമ്മുടെ ലച്ചു നമ്മുടെ സിദ്ധുവിനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ടേ. താൻ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ, അല്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധുവിനെ പുറത്തോട്ട് വിളിച്ച് മാറ്റി നിർത്തി നമ്മുടെ ലച്ചു കുറെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നമ്മുടെ പത്മ നമ്മുടെ മെർലിൻ വന്നിട്ട് അയ്യോ എൻ്റെ രവി എന്തേ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് വന്ന് നമ്മുടെ രവിനെ നമ്മുടെ സിദ്ധുവിനെ എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടെത്തി വീണ്ടും കൊഞ്ചിക്കൊഴയുന്നൊക്കെ ഉണ്ട്. ലാസ്റ്റ് നമ്മുടെ ലച്ചു എന്ത് ചെയ്യും? സഹി കെട്ട് നമ്മുടെ മെർലിനെ ഒന്ന് കൊടുക്കാനൊക്കെ പോകുന്നുണ്ട് ഇടയിൽ. അപ്പൊ നമ്മുടെ കേശു അയ്യോ വേണ്ട ചേച്ചി, ഇപ്പൊ കൊടുത്താൽ പ്രശ്നമാകും, ഇപ്പൊ അവള് ബോധം പോയി വേറെ ഏതോ ക്യാരക്ടറായിട്ട് ഇപ്പൊ ജീവിക്കുകയാണ്, ഏതോ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെയാണ് ബോധം വന്നപ്പോൾ വേറൊരു ക്യാരക്ടറായി അവൾ മാറിയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ തലക്ക് വീണ്ടും ഒരു അടി കിട്ടുമ്പോൾ അവൾ വീണ്ടും പഴയ മെർലിൻ ആയിക്കോളും എന്നൊക്കെ പറയാട്ടോ. അപ്പൊ നമ്മുടെ ലച്ചു സിദ്ധുവിന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വാ നമുക്ക് കുഴിപ്പുളത്തോട്ട് പോകാം, ഇവള് ശരിയാകുന്നത് വരെ തന്നെ ഞാനിവിടെ നിർത്തൂല എന്നും പറഞ്ഞിട്ട് അവരെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പോവാണേ. അപ്പൊ കേശു പറയും അയ്യോ ഇപ്പൊ കൊണ്ടുപോവല്ലേ, ഇപ്പൊ കൊണ്ടുപോയാൽ സീനാകും ചേച്ചി, അവളുടെ നായകൻ പോയാൽ അവൾ എങ്ങാനും വയലന്റ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേശു സമ്മതിക്കുന്നില്ലേ. ആ സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ പത്മ നമ്മുടെ മെർലിൻ കയറി വന്ന് വീണ്ടും നമ്മുടെ സിദ്ധുവിനെ കൈ കയറി പിടിക്കുന്നുണ്ടേ. വാ രവി, നമുക്ക് പോയി എന്തെങ്കിലും സംസാരിക്കാം, വാ നമുക്ക് അത്താഴം കഴിക്കാം, ഒരുമിച്ച് കിടക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലച്ചുവിന്റെ കൺട്രോള് തെറ്റിയിട്ട് സോറി മെർലിനെ എന്നും പറഞ്ഞ് നമ്മുടെ മെർലിന്റെ കാരണത്തിട്ട് അറ്റടി പിന്നെയും കറങ്ങി തിരിഞ്ഞ് അവിടെ തറയിൽ വീണ്ടും വീഴുന്നുണ്ട്. പിന്നെ ബോധം വരുമ്പോൾ നമ്മുടെ ശരിക്കും മെർലിനായിട്ട് തന്നെ ആയിരിക്കും ബോധം വരുന്നതേ. അപ്പൊ മെർലിൻ ഇങ്ങനെ ബോധം വരുമ്പോ ഞാൻ എന്ത് ഈ സാരിയെ കൊടുത്തിരിക്കുന്നേ, ഇടക്ക് ബോധം പോയി ആ ക്യാരക്ടർ മാറിയപ്പോ മെർലിൻ പോയി സാരിയെ കൊടുത്തായിരുന്നേ പത്മയാകാൻ വേണ്ടി. അപ്പൊ ഞാൻ എന്ത് ഈ സാരിയെ കൊടുത്തിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് മെർലിൻ ഭയങ്കര അത്ഭുതപ്പെട്ടൊക്കെ നിൽക്കുക. അപ്പൊ നമ്മുടെ കേശു അങ്ങനെ ലച്ചു ചേച്ചി ആ അസുഖം മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുന്ന കിടിലൻ എപ്പിസോഡുകൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇടക്ക് നമ്മുടെ മണിച്ചിത്രത്താഴിന്റെ ഡയലോഗൊക്കെ എടുത്തിടുന്നുണ്ട് കേശു. മെർലിനൊരു ചെറിയൊരു അസുഖമുണ്ട്, അത് ലച്ചു ചേച്ചി അപ്പാടെ എടുത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ സെയിം ആ മണിച്ചിത്രത്താഴ ഡയലോഗ് കടിക്കുന്നുണ്ട്. എന്തായാലും ഒരു കിടിലൻ എപ്പിസോഡാട്ടോ കൂട്ടുകാരെ, അടിപൊളി, ഒരു രക്ഷയില്ല. ബാക്കി നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.